നോക്കി എന്താ ആരാ കരയാണ്? ആ ഉറുമിസ്തമാരുടെ മോളാ. അതിനെ ആരോട് തട്ടിക്കൊണ്ടു വന്നില്ല. റാംജി റാവു എന്ന് പറഞ്ഞൊരുത്തൻ. മിസ്റ്റർ ഉറുമിസ്തംബാൻ, കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തരണം. നാളെ 10 മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് അപ്പോ പറയാം. അതിനു മുമ്പ് നിങ്ങൾ പോലീസിനെ അറിയിക്കുകയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. ഹലോ ഹലോ, എന്താ പ്രശ്നം? എന്താ? റാംജി റാവു എന്ന് പറഞ്ഞ ഒരുത്തനാ ഉറുമിസ്തംബാന്റെ മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നുകളയുന്നു. ആ കൊച്ചിന്റെ കരുത്തിലപ്പോ കേട്ടത്. അയ്യോ, നമ്മളിപ്പോ എന്താ ചെയ്യാൻ മത്തായിച്ച? എന്ത് ചെയ്യാൻ? കിടന്നുറങ്ങാൻ നോക്കണ. കൊല്ലേ വളർത്ത് എന്റെ പണിയായിക്കോട്ടെ. ഇത് അങ്ങനല്ല മത്തായിച്ച. നമുക്ക് ഇത് ഉറുമിസ്തംബാനെ വിളിച്ചെന്നറിയാം. പിന്നെ ദോഷ, നീ ആ ഫോൺ നമ്പർ നോക്കിയെടുത്തേ. എന്തൊരു കഷ്ടമാണ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ഉറുമിസ്തംബാന്റെ പേരിൽ ഒരുപാട് ഫോൺ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വിളിച്ചറിയിക്കാൻ നടന്നാലേ അതിന് മാത്രമേ പണി ഉണ്ടാവുള്ളൂ. മത്തായിച്ച, ഇത് അങ്ങനല്ല. ഇത് വിളിച്ചറിയിച്ചു നോക്കൂ. വിളി. ഉറുമിസ്തംബാൻ 34523. എങ്ങനെ എങ്ങനെ 34523. പോത്തെ, അത് ഇവിടുത്തെ നമ്പർ അല്ലേ? 34523 ഉറുമിസ്തംബാൻ. നോക്ക്. എന്റെ മാതാവേ, ഒരു നമ്പറിൽ 2 ഫോണാ. നീ ആ ഉർവശി തിയേറ്റേഴ്സ് നമ്പർ നോക്കി. ഉർവശി തിയേറ്റേഴ്സ് 34532. ഉറുമിസ്തംബാന്റെ താഴെ തന്നെയാ കിടക്കുന്നത്. ആഹാ, അപ്പൊ വെറുതെ അല്ല ഈ ഫോൺ ഇവിടെ കിടന്ന് ചെല്ലുണ്ടാക്കുന്നത്. ഉർവശി കിടക്കുന്നിടത്ത് ഉറുമീസ് കയറി കിടക്കുക, ഉറുമീസ് കിടക്കുന്നിടത്ത് ഉർവശി കയറി കിടക്കുക. നീ ആ 2ാമത്തെ നമ്പർ ഒന്ന് വിളിച്ചു കാഴ്ച. കറക്റ്റ് ആയിരിക്കും. നീ എന്താ പറയാൻ പോന്നു? ഉറുമീസിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി വരും. നമുക്കൊന്ന് കളിച്ചാലോ? എന്തുട്ട് കളി? അവരെ തമ്മിലറിയിക്കാതെ നമുക്ക് ഇടയ്ക്ക് നിന്ന് കളിച്ചാലോ? നീ എന്തു പറയുന്നത്? എന്ത് കളി? ഒരു കളി. മത്തായി ചേട്ടാ, ഈ ഫോൺ ഇപ്പൊ ഇവിടെ എന്താ കാരണം? ദൈവവിധി. നാളെ നേരം വെളുക്കുമ്പം നമ്മൾ 3 ലക്ഷപ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി. ഗോപാലകൃഷ്ണ, നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല. കിട്ടാനുള്ള ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. ബാലകൃഷ്ണ, നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? മത്തായി ചേട്ടാ, പൊളിഞ്ഞു കിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടുവരണ്ടേ? അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ. ഒത്താലൊത്ത്. ബാലകൃഷ്ണ, നീ ഈ ഫോണൊന്ന് വിളി. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ. ആ